ഇങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ശ്രീ ജി സുധാകരൻ CPIM വിട്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നു ജി സുധാകരൻ. അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് വെട്ടിത്തുറന്ന് പറയും. അത് CPM-നകത്ത് പറയാനായിട്ടൊരു വേദി അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹം അത് പത്രമാധ്യമങ്ങളോട് പറയും. ജി സുധാകരൻ CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകും, അതൊരു വിസ്മയമായിട്ട് മാറും എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു PR വർക്ക് മാത്രമാണ്. അല്ലെങ്കിൽ സുനിൽ കനകലുവിന്റെ മറ്റൊരു ട്വിസ്റ്റാണത്, അല്ലെങ്കിൽ ആ ട്വിസ്റ്റിനുള്ള ശ്രമമാണ്. കാരണം ഐഷ പോറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടത് സഹയാത്രിക മാത്രമായിരുന്നു. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആദ്യം എന്ത് ചെയ്തു? സേവാഭാരതിയുടെ ഒരു യോഗത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ BJP-യുമായിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ BJP വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അവർക്ക് നൽകിയില്ല. നമസ്കാരം. ജി സുധാകരൻ CPM വിടാൻ സാധ്യതയുണ്ടോ? ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രീ VD സതീശൻ പറയുന്ന വിസ്മയങ്ങളുടെ കൂട്ടത്തിൽ ജി സുധാകരനും ഉണ്ടാകും എന്ന രീതിയിലാണ് ഈ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ വളരെ ശക്തമായൊരു പ്രചരണം നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയെക്കുറിച്ച് ഈ കോൺഗ്രസ് സൈബർ ഇടത്തിലുള്ള ആളുകൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവത്തിൻ്റെ മണ്ണാണ് ആലപ്പുഴ. അങ്ങനെയുള്ള പുന്നപ്രയും വയലാറും ഒക്കെ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ശ്രീ ജി സുധാകരൻ CPIM വിട്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം ഇപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ BJP നേതാക്കൾ കേരളത്തിലെ CPM നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും മറ്റ് ചെറിയ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെയും ഒക്കെ വലവീശി പിടിക്കാനായിട്ട് ചാക്കുമായിട്ട് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പ്. അപ്പോൾ ഈ സമയത്ത് അന്ന് BJP-യുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ദേശീയ നേതാവ് തന്നെ നമ്മൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ടോക്കിൽ പറഞ്ഞതാണ്. അദ്ദേഹം മലയാളിയല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ശ്രീ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു സഖാവിനെ ഒരു കാരണവശാലും അയാൾ CPM വിട്ടോ വേറൊരു മറ്റൊരു പാർട്ടിയിലേക്ക് പോകത്തില്ല. അയാൾ BJP-യിലേക്കും പോകത്തില്ല, അയാൾ കോൺഗ്രസിലേക്കും പോകത്തില്ല. അപ്പോൾ അതിന് അയാൾ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. പല ആളുകൾ വഴിയൊക്കെ ആയിട്ട് ഇവർ ഈ ജി സുധാകരനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ സമീപിച്ച സമയത്തൊക്കെ അട്ടിപ്പുറത്താക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നാണ് അയാൾ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ ജി സുധാകരനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ജി സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭുവനേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ 18ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള ജി സുധാകരൻ CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകും, അതൊരു വിസ്മയമായിട്ട് മാറും എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു PR വർക്ക് മാത്രമാണ്. അല്ലെങ്കിൽ സുനിൽ കനകലുവിന്റെ മറ്റൊരു ട്വിസ്റ്റാണത്, അല്ലെങ്കിൽ ആ ട്വിസ്റ്റിനുള്ള ശ്രമമാണ്. പല കോൺഗ്രസ് നേതാക്കന്മാരും ജി സുധാകരനെ പോയി സന്ദർശിച്ചിട്ടുണ്ട്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നു ജി സുധാകരൻ. അങ്ങനെയുള്ള ജി സുധാകരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയും. ഇനി ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് വെട്ടിത്തുറന്ന് പറയും. അത് CPM-നകത്ത് പറയാനായിട്ടൊരു വേദി അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹം അത് പത്രമാധ്യമങ്ങളോട് പറയും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ Facebook പോസ്റ്റുകളിലൂടെയൊക്കെ പറയും. പക്ഷെ അതിനർത്ഥം ജി സുധാകരൻ CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമെന്നോ ഉള്ളതല്ല. ഐഷ പോറ്റിയെ ഒരിക്കലും ജി സുധാകരനുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം ഐഷ പോറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടത് സഹയാത്രിക മാത്രമായിരുന്നു. അവർക്ക് CPM അവിടെ സ്ഥാനാർത്ഥിത്വം നൽകി, അവിടെ ആദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, അതിനുശേഷം അവർക്ക് 3 ടൈം മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. ഇതൊക്കെ ശരിയാണ്, അവരുടെ ആ ഒരു നല്ല കാലഘട്ടത്തിലാണ് അവർക്ക് ഈ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ ഒരു പ്രൊഫഷൻ അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു ഈ ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട്. അപ്പം ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഫഷൻ മാറ്റിവെക്കേണ്ടി വന്നു എന്ന് വിഷമിക്കുന്ന അല്ലെങ്കിൽ അതിൽ ദുഃഖമുള്ള ഒരു ആള് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2026 കൊട്ടാരക്കരയിൽ തന്നെ നിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും?
അധികാരമോഹം എന്ന് തന്നെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ എന്തെങ്കിലും പേര് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ലല്ലോ. ഇവർ പറഞ്ഞിരിക്കുന്നതാണ് 30 വർഷക്കാലം ഇടതുപക്ഷ സഹയാത്രിക എന്ന നിലയിൽ എൻ്റെ നല്ല ജീവിതകാലം, എൻ്റെ പീക്ക് ടൈം ഞാൻ നഷ്ടപ്പെടുത്തി. അതിനുശേഷം എനിക്ക് ഈ അവസാന നാളുകളിൽ എനിക്ക് വേണ്ടത്ര പരിഗണന CPM നൽകുന്നില്ല. അതിനർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു പക്ഷേ വനിതാ കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഒക്കെ ചെയർമാൻ സ്ഥാനം അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ലഭിക്കാതെ വന്നപ്പോഴുള്ള ഒരു വിഷമം, അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആദ്യം എന്ത് ചെയ്തു? സേവാഭാരതിയുടെ ഒരു യോഗത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ BJPയുമായിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ BJP വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അവർക്ക് നൽകിയില്ല. അതിനുശേഷമാണ് അവർ കോൺഗ്രസുമായിട്ട് ഇപ്പോൾ അടുത്തിരിക്കുന്നത്. കോൺഗ്രസിൽ വരികയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കൊട്ടാരക്കരയിൽ ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഐഷ പോറ്റിയുടെ അടുത്ത ഇടം എവിടെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP ആയിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഒരു ഇടത് സഹയാത്രിക CPM വിട്ട് അല്ലെങ്കിൽ ഇടതു മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേരുന്നത് പോലെ അല്ല, ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ചെങ്കൊടിയുടെ കാവൽക്കാരനായിട്ടുള്ള സുധാകരനെ പോലെയുള്ള ഒരാൾ ആ പാർട്ടി വിട്ടുപോകുമെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. കാരണം ഒരു ചിന്തയിൽ പോലും അദ്ദേഹം പാർട്ടി മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ദേശീയ തലത്തിൽ ഒരു പ്രമുഖനായിട്ടുള്ളൊരു BJP നേതാവാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു BJP നേതാവാണ് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ വേണമെങ്കിലും BJPയിലേക്ക് വന്നേക്കാം അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോയേക്കാം. പക്ഷേ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കാരണവശാലും CPMൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക്, മറ്റൊരു ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അത്രയും ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് സുധാകരൻ. ആ സുധാകരനെയൊക്കെ നാളെ കോൺഗ്രസിൽ ചേരും, മറ്റന്നാൾ ഞങ്ങൾ വിസ്മയം തീർക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെയൊക്കെ പരസ്യമായിട്ട് അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹമൊക്കെ ഇത് ഇങ്ങനത്തെ ഉള്ള പ്രചരണങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മനോവേദന അത് നിസ്സാരമായിരിക്കില്ല. അതൊരു വ്യക്തിയെ തകർത്ത് കളയുന്നതിന് തുല്യമല്ലേ ഇത്? കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്ക് നിറത്തോക്ക് വെച്ച് വെടിവെക്കുന്നതിന് തുല്യമല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹത്തിന്റെ മുഴുവൻ ക്രെഡിബിലിറ്റിയെ നശിപ്പിച്ചു കളയത്തക്ക രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജീവിച്ചു വന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു വ്യക്തിയെ അതിന്റെ അവസാന നാളുകളിൽ, അതുമായി അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്ന ഈ ഒരു സമയത്തൊക്കെ അദ്ദേഹം CPM വിട്ട് കോൺഗ്രസിൽ ചേരും, അതൊരു വിസ്മയമായിട്ട് മാറുമെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർ ഒരു കുറച്ചൊക്കെ ദയ ഈ വിശ്രമ ജീവിതം എടുക്കുന്ന സുധാകരൻ സഖാവിനോടൊക്കെ കാണിക്കേണ്ടതില്ലേ? ഇന്നലെ എന്തായിരുന്നു? ജോസ് കെ മാണി LDF വിടുന്നു, UDFയിലേക്ക് വരുന്നു എന്നുള്ള പ്രചരണങ്ങളായിരുന്നില്ലേ? ഇന്നിപ്പോൾ എന്തായി? ജോസ് കെ മാണി അത് പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുന്നു. താങ്കൾ LDFയിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് പോകുന്നത് എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. കോൺഗ്രസിന്റെ അകത്ത് തന്നെ ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിയാതെ കോൺഗ്രസ് മറ്റു വീടുകളിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് അയൽപക്കത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്വന്തം വീട്ടിൽ ഇവർക്ക് കരുത്താർജിക്കാൻ സാധിക്കുന്ന അത്രയും വലിയൊരു ശക്തി അവർക്കുണ്ട്. വീടിനകത്ത് സ്വർണം വെച്ചിട്ട് അത് കണ്ടെത്താനാവാതെ ഇവർ പുറത്തന്വേഷിച്ച് നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പുറത്തുനിന്ന് ലേശം ഗോൾഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. ഇവർ ശ്രമിക്കേണ്ട കാര്യം എന്താണ്? ഇവർക്കുള്ള മാൻ പവർ വെച്ചിട്ട്, ഇവർക്കുള്ള വർക്കിംഗ് ഫെസിലിറ്റി വെച്ചിട്ട് ഇവർ മുന്നേറാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. മറിച്ച് ഇങ്ങനെ റിട്ടയർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് കോൺഗ്രസിനകത്ത് ആക്കാം, വിസ്മയം തീർക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ എവിടെ സംഭവിക്കും? UDFനകത്തും കോൺഗ്രസിനകത്തും സംഭവിക്കും. കോൺഗ്രസിനകത്തുള്ള ചെറുപ്പക്കാർ അവർക്ക് അവസരം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോവുക? നേരെ ഇപ്പുറത്തേക്ക് പോകും. കാരണം അവർക്കും അവസരം വേണമല്ലോ. അവർ ഈ സമരം ചെയ്യാനും തല്ലുകൊള്ളാനും വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, അവർക്കും അവസരങ്ങൾ വേണ്ടേ? അപ്പോൾ അവരുടെ അവസരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ ചില ആളുകൾ സുനിൽ കനകുല വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. മറിച്ച് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുക, അല്ലാതെ കാലുമാറ്റത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ കരിഞ്ചന്തയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കരിങ്കാലിപ്പണിക്ക് UDF നിൽക്കുന്നത് UDFന് തന്നെ അപകടം ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.